ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജപ്പാൻ സന്ദർശനം സംബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന സ്പോട്ട് ലൈറ്റിലേക്ക് സ്വാഗതം. സാമ്പത്തിക പങ്കാളിത്തം, സാമ്പത്തിക സുരക്ഷ, ഗതാഗതം, പാരിസ്ഥിതിക സുസ്ഥിരത, സാങ്കേതികവിദ്യ, നൂതനാശയങ്ങൾ, ആരോഗ്യം, ഭരണകൂടങ്ങൾ എന്നിവ തമ്മിലുള്ള ഇടപെടലുകൾ തുടങ്ങി 8 മേഖലകളിലെ സഹകരണത്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജപ്പാൻ സന്ദർശനം മുൻഗണന നൽകിയത്. ഇന്ത്യ ജപ്പാൻ മാനവ വിഭവശേഷി വിനിമയത്തിനുള്ള കർമ്മ പദ്ധതി, സംയുക്ത ക്രെഡിറ്റിംഗ് സംവിധാനത്തെക്കുറിച്ചുള്ള സഹകരണ ഉടമ്പടി, ഇന്ത്യ ജപ്പാൻ ഡിജിറ്റൽ പങ്കാളിത്തം 2.0 സംബന്ധിച്ച ധാരണാപത്രം, സംയുക്ത ചാന്ദ്രധ്രുവ പര്യവേക്ഷണ ദൌത്യവുമായി ബന്ധപ്പെട്ട കരാർ, ശുദ്ധമായ ഹൈഡ്രജനും അമോണിയയും സംബന്ധിച്ച സംയുക്ത ഉദ്ദേശ്യ പ്രഖ്യാപനം, സാംസ്കാരിക വിനിമയം, വികേന്ദ്രീകൃത ഗാർഹിക മലിനജല പരിപാലനം, നയതന്ത്ര സഹകരണം തുടങ്ങിയ മേഖലകളിലെ ധാരണാപത്രങ്ങൾ സന്ദർശനവേളയിൽ ഒപ്പുവെച്ചവയിൽ ഉൾപ്പെടുന്നു. ഇന്ത്യ ജപ്പാൻ AI സംരംഭത്തിന് തുടക്കം കുറിച്ചത് ഡിജിറ്റൽ സാങ്കേതിക രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിതെളിക്കും. വിശ്വസനീയമായ AI ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനായി ലാർജ് ലാംഗ്വേജ് മോഡലുകൾ, പരിശീലനം, ബിസിനസ്സുകൾക്കും സ്റ്റാർട്ടപ്പുകൾക്കുമുള്ള പിന്തുണ എന്നിവയിൽ സഹകരണം പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം. 2025 ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ ഇരു രാജ്യങ്ങളിലെയും പ്രധാനമന്ത്രിമാർ പൌരന്മാർക്കിടയിൽ സന്ദർശനങ്ങളിലൂടെയും കൈമാറ്റങ്ങളിലൂടെയും കൂടുതൽ ധാരണ വളർത്തേണ്ടതിന്റെ ആവശ്യകതയിലും, കൂടാതെ തങ്ങളുടെ മാനവ വിഭവശേഷിക്ക് പൊതുവായ മൂല്യങ്ങൾ സൃഷ്ടിക്കാനും ദേശീയ മുൻഗണനകൾക്ക് പരിഹാരം കാണാനും പരസ്പര സഹകരണത്തിനുള്ള വഴികൾ കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകതയിലും ധാരണയിലെത്തി. ഇതനുസരിച്ച് ഉദ്യോഗസ്ഥരുടെ പരസ്പര കൈമാറ്റം വിപുലീകരിക്കാൻ ഇന്ത്യയിലെയും ജപ്പാനിലെയും പൊതു സ്വകാര്യ മേഖലകൾ ശ്രമിക്കും. ഇന്ത്യ ജപ്പാൻ ബന്ധത്തിൽ മനുഷ്യ വിഭവ കൈമാറ്റത്തിൽ പുതിയ തരംഗം സൃഷ്ടിക്കുന്നതിനായി അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ നിന്നും ജപ്പാനിലേക്കുള്ള 50,000 വിദഗ്ധരും ഉൾപ്പെടെയാണ് ഇരു ദിശകളിലുമായി 5 ലക്ഷത്തിലധികം ഉദ്യോഗസ്ഥരുടെ കൈമാറ്റം എന്ന ലക്ഷ്യം ഇരു രാജ്യങ്ങളും മുന്നോട്ട് വച്ചിട്ടുണ്ട്. 2 ദിവസത്തെ സന്ദർശനത്തിനായി കഴിഞ്ഞ 29-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിൽ എത്തിയത്. ലോക സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും ഒട്ടേറെ സംഭാവനകൾ നൽകാൻ ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തത്തിന് കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ടോക്കിയോയിൽ 15ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗരു ഇഷിബയ്ക്കൊപ്പം ശ്രീ മോദി പങ്കെടുത്തു. നിക്ഷേപം, സാമ്പത്തിക സുരക്ഷ, പരിസ്ഥിതി, സാങ്കേതികവിദ്യ, ആരോഗ്യം തുടങ്ങിയ മേഖലയിലെ സഹകരണത്തിനായി പ്രത്യേക രൂപരേഖ തയ്യാറാക്കിയതായി അദ്ദേഹം പറഞ്ഞു. ചന്ദ്രയാൻ ദൌത്യത്തിലെ സഹകരണത്തിന് ISROയും ജപ്പാന്റെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ജാക്സയും തമ്മിൽ കരാറിൽ ഏർപ്പെട്ടതായും പ്രധാനമന്ത്രി അറിയിച്ചു. भारत की विकास यात्रा में जापान हमेशा एक अहम पार्टनर रहा है. मेट्रो से लेकर मैन्युफैक्चरिंग तक, सेमीकंडक्टर से लेकर स्टार्टअप्स तक, हर क्षेत्र में हमारी साझेदारी आपसी विश्वास का प्रतीक बनी है. जापानी कंपनियों ने भारत में $40 बिलियन से ज्यादा का निवेश किया है. मात्र पिछले 2 वर्षों में $13 बिलियन का प्राइवेट इन्वेस्टमेंट हुआ है. JBIC कहता है कि भारत सबसे प्रॉमिसिंग डेस्टिनेशन है. जेट्रो बताता है कि 80% कंपनियां भारत में एक्सपांड करना चाहती और 75% ऑलरेडी मुनाफे में है. यानी इन इंडिया कैपिटल डज नॉट जस्ट ग्रो, इट मल्टीप्लाइज. साथियों, पिछले 11 वर्षों में भारत के अभूतपूर्व ट्रांसफॉर्मेशन से आप सब भली भांति परिचित है. आज भारत में पॉलिटिकल स्टेबिलिटी है, इकोनॉमिक स्टेबिलिटी है, पॉलिसी में पारदर्शिता है, प्रेडिक्टेबिलिटी है. आज भारत विश्व की सबसे तेज ग्रो करने वाली मेजर इकोनॉमी है और बहुत जल्द विश्व की तीसरी सबसे बड़ी इकोनॉमी बनने जा रहा है. वैश्विक ग्रोथ में भारत 18% योगदान दे रहा है. भारत की कैपिटल मार्केट्स में अच्छे रिटर्न्स मिल रहे हैं. एक मजबूत बैंकिंग सेक्टर भी है. लो इन्फ्लेशन और लो इंटरेस्ट रेट्स, करीब $700 बिलियन के फॉरेक्स रिजर्व है. साथियों,
इस बदलाव के पीछे हमारी रिफॉर्म, परफॉर्म और ट्रांसफॉर्म की अप्रोच है। 2017 में हमने वन नेशन वन टैक्स की शुरुआत की थी। अब इसमें नए और बड़े रिफॉर्म लाने पर काम चल रहा है। कुछ हफ्ते पहले हमारी संसद ने नए और सिंप्लीफाइड इनकम टैक्स कोड को भी मंजूरी दी है। हमारे रिफॉर्म केवल टैक्स प्रणाली तक सीमित नहीं है। हमने ईज ऑफ डूइंग बिजनेस पर बल दिया है। बिजनेस के लिए सिंगल डिजिटल विंडो अप्रूवल की व्यवस्था की है। हमने 45,000 कंप्लायंसेस रेशनलाइज किए हैं। इस प्रक्रिया को गति देने के लिए डीरेगुलेशन पर एक उच्च स्तरीय कमेटी बनाई गई है। डिफेंस और स्पेस जैसे सेंसिटिव क्षेत्रों को प्राइवेट सेक्टर के लिए खोल दिया गया है। अब हम न्यूक्लियर एनर्जी सेक्टर को भी खोल रहे हैं। साथियों, इन रिफॉर्म्स के पीछे हमारा विकसित भारत बनाने का संकल्प है, हमारा कमिटमेंट है, कन्विक्शन है और स्ट्रेटेजी है। और विश्व ने इसे रिकॉग्नाइज ही नहीं, एप्रिशिएट भी किया है। S&P ग्लोबल ने 2 दशक बाद भारत के क्रेडिट रेटिंग अपग्रेड किए हैं। द वर्ल्ड इज नॉट जस्ट वॉचिंग इंडिया, इट इज काउंटिंग ऑन इंडिया। साथियों, अभी भारत जापान बिजनेस फोरम की रिपोर्ट प्रस्तुत की गई। कंपनियों के बीच हुई बिजनेस डील्स, इसका बड़ा विस्तार से वर्णन दिया गया। इस प्रगति के लिए मैं आप सभी का बहुत बहुत अभिनंदन करता हूं। ഇന്ത്യയും ജപ്പാനും തമ്മിൽ നൂതന സാങ്കേതിക വിദ്യകൾ, ഉൽപാദനം, നിക്ഷേപങ്ങൾ, മാനവ വിഭവശേഷി കൈമാറ്റം എന്നിവയിലെ സഹകരണത്തിനുള്ള ഗണ്യമായ സാധ്യതകൾക്ക് അടിവരയിട്ട പ്രധാനമന്ത്രി ആഗോള വളർച്ചയിൽ ഇന്ത്യ ഏകദേശം 18% സംഭാവന ചെയ്യുന്നുണ്ടെന്നും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ രാജ്യം ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നും പറഞ്ഞു. പരസ്പര പൂരകമായ 2 സമ്പദ് വ്യവസ്ഥകളെയും കണക്കിലെടുത്തുകൊണ്ട് മേക്ക് ഇൻ ഇന്ത്യയിലേക്കും മറ്റ് സംരംഭങ്ങളിലേക്കും ജപ്പാനും ഇന്ത്യയും തമ്മിൽ കൂടുതൽ വ്യാപാര സഹകരണത്തിനുള്ള 5 പ്രധാന മേഖലകളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. हम दोनों एकमत है कि विश्व की 2 बड़ी अर्थव्यवस्थाओं और जीवंत लोकतंत्रों के रूप में हमारी साझेदारी केवल दोनों देशों के लिए ही नहीं बल्कि वैश्विक शांति और स्थिरता के लिए भी अत्यंत महत्वपूर्ण है. Strong democracies are natural partners in shaping a better world. Friends, आज हमने अपनी स्पेशल स्ट्रेटेजिक एंड ग्लोबल पार्टनरशिप में एक नए और सुनहरे अध्याय की मजबूत नींव रखी है. हमने अगले दशक के लिए एक रोड मैप बनाया है. हमारे विजन के केंद्र में इन्वेस्टमेंट, इनोवेशन, इकोनॉमिक सिक्योरिटी, एनवायरमेंट, टेक्नोलॉजी, हेल्थ, मोबिलिटी, पीपल टू पीपल एक्सचेंजेस एंड स्टेट प्रीफेक्चर पार्टनरशिप, ये प्रमुख बातें हैं. हमने अगले 10 वर्षों में जापान से भारत में 10 ट्रिलियन येन निवेश का लक्ष्य निर्धारित किया है. भारत और जापान के स्मॉल एंड मीडियम एंटरप्राइजेस और स्टार्टअप्स को जोड़ने पर विशेष बल दिया जाएगा. भारत और जापान बिजनेस फोरम में भी मैंने जापानी कंपनियों को कहा, मेक इन इंडिया, मेक फॉर द वर्ल्ड. फ्रेंड्स, हमारा ज्वाइंट क्रेडिट मैकेनिज्म ऊर्जा के लिए एक बड़ी जीत है. इट शोज दैट आवर ग्रीन पार्टनरशिप इज एज स्ट्रांग एज आवर इकोनॉमिक पार्टनरशिप. इसी दिशा में हम सस्टेनेबल फ्यूल्स इनिशिएटिव्स और बैटरी सप्लाई चेन पार्टनरशिप भी शुरू कर रहे हैं. നൂതനാശയങ്ങളിലൂടെ ലോകത്തെ ആകെ മാറ്റിമറിക്കുന്നതാണ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി പറഞ്ഞു. വിശാലമായ ഇന്ത്യൻ വിപണിയുടെ സാധ്യതകൾ വളരെ വലുതാണ്. ഇന്ത്യൻ പ്രതിഭയും ജാപ്പനീസ് സാങ്കേതിക വിദ്യയും തമ്മിൽ പങ്കാളിത്തം രൂപീകരിക്കുന്നതിൽ ജാപ്പനീസ് കമ്പനികൾക്കുള്ള താൽപര്യം അദ്ദേഹം വ്യക്തമാക്കി. ജപ്പാൻ സന്ദർശനത്തിന്റെ 2ാം ദിനത്തിൽ ടോക്കിയോയിൽ ജപ്പാനിലെ പ്രവിശ്യകളായ പ്രിഫെക്ചറുകളുടെ ഗവർണർമാരുമായി
പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ഉൽപാദനം, സാങ്കേതികവിദ്യ, അടിസ്ഥാന സൌകര്യം, സ്റ്റാർട്ടപ്പുകൾ, ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ തുടങ്ങിയ മേഖലകളിൽ പങ്കാളിത്തം സ്ഥാപിക്കാൻ അഭ്യർത്ഥിച്ചു. തന്ത്രപ്രധാന മേഖലകളിൽ അടുത്ത 10 വർഷത്തേക്കുള്ള രൂപരേഖ സംബന്ധിച്ച് ഇന്ത്യ ജപ്പാൻ പ്രധാനമന്ത്രിമാർ ചർച്ച ചെയ്തതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു. Overall, I would say that the message emanating from the visit and the understandings that have been reached between the two sides is very, very clear. Japan today is one of India's most valued and trusted friends. It is a partner for us in our journey towards Viksit and Atmanirbhar Bharat, a developed and self-reliant India. The fundamentals of our partnership remain strong. Both countries have made giant strides since our ties were elevated to a special strategic and global partnership in 2014. In addition to bilateral issues, the two prime ministers also discussed the regional and global situation, and it was clear that in the midst of considerable geopolitical flux, the ties between India and Japan remain a pillar of stability in the international system. The highlight of the visit is definitely the very broad range of outcomes, which you would probably already be familiar with by now, but these are outcomes that I would characterize as steering the relationship into the next decade, and in many ways laying the foundations for progress and prosperity of the next generation of people from both India and Japan. Both leaders exchanged the joint vision for the next decade. This is a 10-year strategic roadmap in economic and functional cooperation between the two sides. This happens to be the 8th decade of our diplomatic ties, and in order to give new vigor to the relationship, both governments have decided to advance cooperation across 8 pillars, and these pillars are economic relations, economic security, mobility, ecological sustainability, technology and innovation, health, people-to-people exchanges, and partnerships between Indian states and Japanese prefectures. Joint declaration on security cooperation. ഇന്ത്യ ജപ്പാൻ നയതന്ത്ര ബന്ധത്തിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ദൃഢമാക്കുന്നതിനും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നടത്തിയ ജപ്പാൻ സന്ദർശനം ഏറെ പ്രയോജനപ്പെടുമെന്ന് കേന്ദ്ര സർവകലാശാലയിലെ അധ്യാപകനും നയതന്ത്ര വിദഗ്ധനുമായ ഡോക്ടർ പി അനിൽകുമാർ ആകാശവാണിയോട് പറഞ്ഞു. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ഇപ്പോൾ പുനരുജ്ജീവിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്കുള്ള ഒരു സൗഹൃദത്തിന്റെ ഈ പോക്ക് വളരെ വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. അടുത്ത ഒരു പതിറ്റാണ്ടിനിടെ തന്നെ ജപ്പാനിൽ 10 ലക്ഷം കോടി യെന്നിന്റെ സ്വകാര്യ നിക്ഷേപം ഇന്ത്യയിലേക്ക് ഒഴുക്കാനാണ് മോദിയുടെ സന്ദർശനം വഴിയൊരുക്കും. ഏതാണ്ട് 5.99 ലക്ഷം കോടി രൂപ വരും. അപ്പൊ അത്രത്തോളം വലിയ ഒരു വ്യാപാരത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ സാമ്പത്തിക പങ്കാളിത്തം, സാമ്പത്തിക സുരക്ഷ, വിസ, പാരിസ്ഥിതിക സുസ്ഥിരത, സാങ്കേതിക വിദ്യ, ഇന്നൊവേഷൻ, ആരോഗ്യം, പ്രതിരോധം, ഇങ്ങനെ 8ഓളം മേഖലകളിൽ 10 വർഷത്തേക്ക് തന്ത്രപരമായ പങ്കാളിത്തം ശക്തമാക്കാനാണ് ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുള്ളത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ആഗോള സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ വേണ്ടിയുള്ള സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കാനുള്ള രൂപരേഖ ഉണ്ടാക്കിയിട്ടുണ്ട്. ചന്ദ്രയാൻ 5 ദൌത്യത്തിൽ ഇന്ത്യയുടെ ISROയുമായി ജപ്പാൻ ബഹിരാകാശ ഏജൻസിയായ ജാക്സ സഹകരിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരുപക്ഷെ ഇന്ത്യ, ജപ്പാൻ, റഷ്യ സൗഹൃദം ഏതാണ്ട് മെച്ചപ്പെട്ടു വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇത് ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശമാണ്. ഇന്ത്യയും ജപ്പാൻ സൗഹൃദത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എക്കാലത്തെയും സുഹൃത്തുക്കൾ ഇന്ത്യയും ജപ്പാനും. നമുക്കിടയിൽ ഭിന്നമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇന്ത്യക്കും ജപ്പാനും ഇടയിൽ ഭിന്നത ഇല്ല എന്ന് മാത്രമല്ല, നമ്മളെ ഒരുമിപ്പിക്കുന്ന ഒട്ടേറെ ഘടകങ്ങളുണ്ട് എന്നുള്ളതാണ്. ഊർജ്ജസ്വലമായ 2 ജനാധിപത്യ രാജ്യങ്ങളെന്ന നിലയിലും സ്വതന്ത്ര വിപണി സമ്പദ് വ്യവസ്ഥകളെന്ന നിലയിലും ഇന്ത്യയും ജപ്പാനും പരസ്പര പൂരകങ്ങളാണ്. ആഗോള വെല്ലുവിളികൾക്കിടയിലും നിർണായക സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞാബദ്ധതയും ആവർത്തിച്ച് ഇരു രാജ്യങ്ങളും മുന്നോട്ടു പോവുകയാണ്. നിങ്ങൾ കേട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജപ്പാൻ സന്ദർശനം സംബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട് ലൈറ്റ്. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് സോഫിയ ഡാനിയേൽ. അവതരിപ്പിച്ചത് നരേന്ദ്രമോഹൻ.